ഇല്ല അല്ല കുഴിച്ചടങ്ങനാ ആണ കുഴിയണ്ണ കുഴി ആനടി അടിയണ്ണ എന്ത് വെച്ചടിക്ക എങ്ങനെയെങ്കിലും അണ്ണാ കുത്തി പിടിക്കാതെ അണ്ണ ഇങ്ങനെ പിടിച്ചാ മാത്രം വരെ അടിക്കണം. നമുക്കിപ്പോ മതിലൊരു ഓട്ട ഇടണം, മനസ്സിലായ? ഓ സെറ്റ് 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 സെറ്റ്. അത് പോയല്ലേ ഡ്രില്ല്? ഒരെണ്ണം പോയി. അതെ, അത് ആ ഡിസ്കില്ലേ, ആ മറ്റേ ഡിസ്കിന്റെ തൊട്ടടുത്ത് ഒരു ബാർ കണ്ടോ, അത് ഫുള്ളാവരുത്. അപ്പൊ നമ്മളത് ഫുള്ളാവുന്നതിന് മുമ്പ് ആ ആരോ കീസ് ഇല്ലേ, ആരോ കീസ് താഴോട്ടും മുകളിലോട്ടും ആക്കി പോയാൽ മതി. അപ്പൊ പെട്ടെന്ന് തുടങ്ങും. അത് ഏറ്റവും മാക്സ് ആക്കിയ മതിൽ ഓട്ടയിടാൻ GST എടുത്തവനാണ്. പിന്നെ പോയി, അതും പോയി. ഇത് ബാഗ് സ്റ്റക്കാണ്, ഇനി പൈസ കിട്ടൂലേ? അയ്യോ എന്റെ ബാഗ് അറിയാവുന്ന ആരെങ്കിലും വിളിച്ചോണ്ട് പാടാ. മതിൽ ഓട്ടയുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കാണിച്ചത് ബാഗ് സ്റ്റക്കായി പോയടാ, അത് കിട്ടൂലേ? ഏട്ടാ ഇതൊക്കെ കാണണമല്ലോ എണ്ണ, ഭയങ്കര പാടുള്ള. കണ്ടുപിടിച്ചോ, നമ്മൾ ഇങ്ങനെ മെതുവാ പിടിക്കണം, മനസ്സിലായോ? എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് അത് ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കണം. വന്ന പോലീസുകാരെ ടയറാ സ്പൈക്കി കൊണ്ട് പൊട്ടിപ്പോയി, അവര് തിരിച്ചു മാറ്റിട്ട് വരാന്ന് പരിപാടി 9 കുറുക്കി കൊണ്ടുപടി. ബാബു ഇത് എങ്ങനെയാ തുറക്കണെന്ന് അറിഞ്ഞൂടാ. ഇത് അമ്മ തുറന്നു തരും. എടാ സിറ്റുവേഷനിൽ ഒരുപാട് പേരെ ലീവി സക്കീറൊക്കെ ലീവി. എടാ അതൊക്കെ ഓക്കെ, വിട്ടോ ലീവി, സിറ്റുവേഷൻ ലീവി. ഞാൻ മധുര ഓട്ടോയാണ് വിഷയമാണത്. വാസനാണ് വിളിക്കോട്ടെ, ഞാൻ അണ്ണാ മതില് ഓട്ടോ എന്നത് ഒരു കാലയാണ്, എന്താ അങ്ങനെ എന്റെ പൊന്നാശാൻ ഇതൊന്ന് തുറന്നോട്ടെ. അതെ സംഭവം ഇത് അങ്ങനെ ഒന്ന് തുറക്കടാ. വാസമ്മ സേഫിൽ അടിക്കണം പറഞ്ഞ വലിയ പാടുള്ള കാര്യമല്ല. നിങ്ങൾ അടിച്ചിട്ട് വലിയ നടന്നു ഇവിടെ കഷ്ടപ്പെട്ട്. എടാ ഹോസ്റ്റേജ് വെളിപ്പോ നിക്കണേ. വാസമ്മ ഓട്ടോയിട്ട് അണ്ണാ അണ്ണാ ബുദ്ധിയില്ലാത്തവങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുമോ? താത്താനെ ഇവിടെ തന്നെ നിക്കണേ, പോലീസ് വരുമ്പോ ആള് വേണം കേട്ടോ. നിന്നെ ഒട്ടയിട വിളിക്കുന്ന വാസണ്ണ തല ഒറ്റന്നല്ലേ ഇത്. 2-3-4 ഓട്ടമാണ്, ഒരിടത്ത് ഇട്ടാ പോലെ. എനിക്ക് ഒരിടത്ത് അതെ നമ്മള് ശക്തി കൊടുത്ത് അടിക്കല്ലോ, മനസ്സിലായത്? പയ്യെ അടിച്ച് താത്തി അടിച്ച് പിന്നെയും പൊക്കി അടിച്ച് അങ്ങനെ പയ്യെ അടിക്കുന്നത്. ഒരു പ്രശ്നമുണ്ട്, എന്റെ മാസ്ക് പോയി, എന്റെ ഹെൽമെറ്റ് പോയി. എങ്ങനെ അത് കാണാണ്ടായി പോയി. സ്ക്യൂബ മാറിക്ക് എന്റെ സാധനം കുടുങ്ങി. അയ്യോ അതല്ല, സാധനം കുടുങ്ങിയതാ. ഇതിന്റെ ഇടക്കായി പോയി. നീ എന്തിട്ടാ ഡ്രില്ല് ചെയ്യുന്നത്? അത്
അതല്ലെന്ന് ഇതിന്റെ സാധനം ഇതിന്റെ മുന കുടുങ്ങി വെന്നി ഒന്ന് വലിച്ചെടുക്കും വെന്നി. വലിച്ചെടുത്ത് കിട്ടിയോ? സാധനം കിട്ടിയോ? സാധനം കിട്ടിയില്ല, അതിന്റെ അകത്തുള്ള കിട്ടി, സാധനം പോയി. ഇനി അത് കാറ്റൂരി വിട്ട ബലൂൺ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല നിനക്ക്. സാധനം പോയി, എന്നാലും കുഴപ്പമില്ല, കുറച്ച് സ്വർണം കിട്ടി. എന്റെ പൊന്നു റോസി അകത്തോട്ട് വരല്ലേ, അവിടെ നിക്ക്. ഒരു പൊട്ടൻ ഇത് പഴയ ഇത് മറ്റേ മതിലല്ലേ, ഇത് അടിക്കാൻ പറ്റുന്നില്ല. മെന്നി ഒന്ന് അടിച്ചിട്ട് വാ മെന്നി. ഇത് മറ്റേ മതിലല്ലേ, ഇത് അടിക്കാൻ പറ്റാത്ത മതിലാണ്. ഞാൻ ഇതുവരെ തുറന്ന് കണ്ടിട്ടുണ്ട് പണ്ട്, എനിക്കറിയാം. ഇതിൽ അടിച്ചിട്ട് കാര്യമില്ല. പണ്ട് എനിക്ക് ഇതുപോലെ കിട്ടിയതാ, അടിച്ചിട്ട് ഒരു കാര്യമില്ലത്. ഇത് വലിയ ഓട്ടം ഇടണത്. ഇവിടെ അടിച്ചിട്ട് കാര്യമില്ല മെന്നി, അവർക്ക് അറിയാൻ പോലും പറ്റൂല. പോലീസിന്റെ അടുത്ത് ഇതിന് മധുര അടിക്കുമെന്ന് ചോദിക്കുമോ? അടിച്ചു സാധനം കിട്ടി. എല്ലാം കിട്ടി. ഇനിയും കുഴിക്കാനുണ്ടോ? ഇനിയും ഉണ്ടെന്ന് പറയില്ല, എനിക്കിനി വയ്യ, ഞാൻ മടുത്ത്. ഞാൻ സാധാരണ ഈ അടിമപ്പണിയെ ചന്ദ്രനെ കൊണ്ടാണ് ചെയ്യിക്കണത്. ഇതിലെണ്ണാ മതിൽ അടിക്കേ വിഷയായിരുന്നു. പണ്ട് രാജാക്കന്മാരെ സമരമയത്ത് കെട്ടിയാണ്, ഭയങ്കര കെട്ടായി. മാസ്ക് ഇല്ലടാ. മാസ്ക് എന്തിന്? പേര് പറയാനാ മതി. ഹെൽമെറ്റ് ഇല്ലേ? ഹലോ 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 സാറേ ആ സാറേ, ഞങ്ങക്ക് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് സാർ. ആ ഉണ്ട് സാറേ, ഉണ്ട് സാറേ. ഒരു മിനിറ്റ് സാറേ, നമ്മുടെ ആദ്യം ആ സ്പൈക്ക് എടുത്ത് മാറ്റണം സാറേ. ആ സ്പൈക്ക് മാറ്റി സാറേ. ആ സ്പൈക്ക് ആദ്യം മാറ്റണം. അത് ഡിമാൻഡ് അല്ല സാർ, അത് ഓർഡറാണ് അത്. ആശാനെ ഇവിടെ എന്തിനെടുക്കണ്? എന്തെടുത്തോണ്ടിരിക്കണ്? വാ. കഴിഞ്ഞ എടാ എന്റെ മാസ്ക് ഇല്ല. കുഴപ്പമില്ല വാ. ഇല്ല സാറേ, ഒരടി മുമ്പോട്ട് വെച്ചാൽ കൊന്നുകളയും. സിറ്റിസന്റെ ജീവൻ ഇവിടെ കിടന്ന് പെടയാണ്. സാറിന്റെ തോക്കൊക്കെ എടുത്ത് ഇവിടെ വേഷം കെട്ട് കാണിക്കണ സാറേ. സാറേ ഹോസ്റ്റേജ് ഇരിക്കണ ഹോസ്റ്റേജ് ഒക്കെ ഹെൽത്തി ആയിരിക്കും സാറേ. സാറിന്റെ പേരെന്താ സാറേ? സാറിന്റെ പേരെന്താ സാറേ? ബോബേഷ് IPS. എല്ലാരും ചിരിക്കും. ചൂളിപ്പോയി അവൻ, ചൂളിപ്പോയി. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, ബാക്കി 2 യൂണിറ്റ് വേണം സാറേ. ഓക്കെ സാറേ അല്ല, ഞാനിപ്പോ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് ഇവിടെ റോബറി കഴിഞ്ഞ് നിക്കാണ്, അപ്പൊ നമ്മള് വന്ന് ബാക്കി സാറേ അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട് സാറേ. സാറേ 15 സെക്കൻഡ് കൂൾ ഓഫ് ടൈം വേണം സാറേ. അല്ല 10 സെക്കൻഡ് സാറേ. സാറേ 10 സെക്കൻഡ് അല്ല, ഇതാ ഇവിടെ തല അടിച്ച പൊട്ടിക്ക് സാറേ. സാധാരണ 10 മിനിറ്റ് ഒക്കെയാണ്, അതാണ് ഞാൻ ചോദിച്ചത്. വെന്നി റേഡിയോ കേൾക്കുന്നില്ലേ? ഹലോ റേഡിയോ റെസ്പോൺസ്. വെന്നി ഒന്നും മിണ്ടാതിരിക്കന്റെ ആശാനെ വാടച്ചു. വെന്നി റേഡിയോയിലില്ലേ? നീ റേഡിയോയില് വിളിക്കോ? ഒന്ന് വന്നേ. ഞാനല്ലേ ഈ കൂൾ ഓഫ് ടൈമേ
എന്റെ ആശാനെ വരെ ഇവൻ പോലീസ് വെറും മണ്ണയാണ്. ഇവനെ രാവിലെ നമ്മളെപ്പോ ഉണ്ടായിവേ അത് ഇതല്ല ബോബൻ പോലീസ്. എന്റെ പൊന്നു വെല്ലി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കൂൾ ഓഫ് ടൈം എല്ലാരും 10 മിനിറ്റ് ആണോ ചോദിക്കണേ? 8 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ ചോദിക്കും. 4 മിനിറ്റും ഞാൻ 15 സെക്കൻഡാ ചോദിച്ചേ. 15 സെക്കൻഡോ? അറിയാക്കി നീ പോയി ചോദിക്കും. വാ ഇങ്ങോട്ട്. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. സാറേ നമുക്ക് 10-15 മിനിറ്റ് കൂൾ ഓഫ് ടൈം വേണം സാറേ. കൂൾ ഓഫ് ടൈം അല്ല, പിറ്റിംഗ് ടൈം ആണ് അതാ പിറ്റിംഗ് ടൈം സാറേ. ഇതൊക്കെ നമ്മള് പറയാൻ ചെയ്തിട്ടുള്ള കേട്ടാ സാർ. ഇംഗ്ലീഷ് ഒന്നും പറയണ്ട. ഇംഗ്ലീഷ് ഇത് കൊച്ചു കള്ളനാ, വലിയ കള്ളനാ സാറേ. നമുക്ക് പിറ്റിംഗ് ടൈം 10 മിനിറ്റ്. 10 മിനിറ്റ് പറ്റത്തില്ല സാറേ, ഇത് ഫ്ലീക്ക് അല്ലേ സാറേ? നമുക്ക് 8 മിനിറ്റ് 4 സാറേ 8 മിനിറ്റ് സാറേ. എന്നാ നമുക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 5-ൽ പിടിക്കാം. ആശാനെ നശിപ്പിക്കരുത് ആശാനെ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 9. ലേഡി ഓഫീസറിനെ വേണം. ഡിമാൻഡ് 2 ലേഡി ഓഫീസറിനെ കൂടെ വിടണം. കരടി കരടി സ്പൈക്കിടാൻ പാടില്ല സാർ. ആ സ്പൈക്കിൽ മാറ്റണം സാർ. അത് എത്ര വരെ ടയർ പൊട്ടിയെന്ന് അറിയാമോ റോഡിൽ കൂടെ പോണേ? നമ്മളെ ഹോസ്റ്റേജ് നല്ല ബുദ്ധിയിൽ ഹോസ്റ്റേജ് പറഞ്ഞത് സ്പൈക്കിടാൻ പാടില്ല, മറന്നു സാറേ. മര്യാദക്ക് പറയാ സാറേ. അവളെ ഞങ്ങള് തുണ്ടം ആക്കും ഹോസ്റ്റലിനെ തുടരല് സാറേ, സീനാവും സാറേ. എല്ലാ ഡിമാൻഡ് അംഗീകരിക്കാം. ഹോസ്റ്റലിനെ തുടരരുത്. സാറേ അല്ല, ഒരു 20 ഒന്നീ 10 മാക്സിമം 10. ഗവൺമെന്റ് പ്രോപ്പർട്ടി ഗവൺമെന്റിന്റെ പേപ്പർട്ടി തൊടാൻ പാടില്ല. അതായത് പോസ്റ്റ് ലൈറ്റ് അങ്ങനത്തെ എന്തെങ്കിലും കാരണം ഇടിച്ചു കഴിഞ്ഞാൽ അപ്പഴേ ഞങ്ങള് പിറ്റി തുടങ്ങും സാറേ. പിന്നെ ഓഫ് റോഡ് ഇടാൻ പാടില്ല. ഓഫ് റോഡ് ഒരു പെൺ ഓഫീസർ നമ്മളവിടെ സാറേ. അതുപോലെ ഒരു ഡിമാൻഡ് ഉണ്ട് സാറേ. നമ്മള് എന്റെ ആ വണ്ടി അവിടെ പോയി അൺലോക്ക് ആക്കിയിട്ട് എന്റെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും മൂവ് നടത്താവും. എനിക്ക് കാരണം ആ വണ്ടി ഇടക്കിടക്ക് ലോക്ക് ആവുന്ന വണ്ടിയാണ്. എന്റെ പേര് TV ബാബു എന്നാ, അല്ലാതെ ഒറ്റയ്ക്ക് രക്ഷപ്പെടെ. കണ്ട